ഡോക്ടർ മേരി ജോർജ് മാഡം, പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ എന്താണ്? ഭാഗിക ലോക്ക്ഡൌൺ ആണോ? തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു. ഇനി ചോദിക്കാനുള്ളത്, ഈ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിട്ടും ഇന്ത്യ ഇതുവരെ പൊതുജനത്തെ ബാധിക്കുന്ന തരത്തിൽ ഇന്ധന വില കൂട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ പെട്രോളും ഡീസലിനൊക്കെ 5 മുതൽ 10 രൂപ വരെയൊക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. പെട്രോൾ ഡീസൽ വില കൂടാനുള്ള സാധ്യതയുണ്ടോ? കൂടാനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനു മുൻപുള്ള മോദി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം നോക്കിയാൽ പക്ഷേ കൂടുമെന്ന് തീർത്ത് പറയാനും വയ്യ. കാരണം ഈ പെട്രോളും ഡീസലും വിപണിക്ക് വിടുന്ന തീരുമാനം എടുക്കുന്നത് 2002 വാജ്പേയി ഗവൺമെൻറ്റാണ്. അങ്ങനെ വാജ്പേയി ഗവൺമെൻറ് ആ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ തന്നെ, അതായത് അത് പാർലമെൻറ്റ് വഴി പാസ്സാക്കിയ ആ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു, എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുന്നുവോ അപ്പോഴൊക്കെ ഇന്ത്യയിലും വില കൂടും, എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമോ അപ്പോഴൊക്കെ ഇന്ത്യയിലും വില കുറയുമെന്ന്. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് ആ നിയമം പാസ്സാക്കുന്നു. UPA ഗവൺമെൻറ് 2004 ഭരണത്തിൽ വരുമ്പോൾ ആ നിയമം അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നു. 2010 അന്താരാഷ്ട്ര വിപണിയിൽ $140 വില നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്രോളിൻ്റെ വില വിപണിക്ക് വിടുന്നത്. അതായത് 2002 ആക്ട് പ്രകാരം പെട്രോളിൻ്റെ വില വിപണിക്ക് വിട്ടത് 2010. പിന്നെ 2014 മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഡീസലിൻ്റെ വില വിപണിക്ക് വിടുന്നത്. അപ്പോൾ ഈ അങ്ങനെ വിട്ടതിന് ശേഷം 2014 ശേഷമുള്ള അവസ്ഥ നമ്മൾ നോക്കുക. 2014 ഭരണത്തിൽ വരുമ്പോൾ 50 രൂപയിൽ താഴെ പെട്രോളും ഡീസലും തരും എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന മോദി ഗവൺമെൻറ് അതിൻ്റെ വില, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 105 രൂപ, 117 രൂപ ഈ തരത്തിൽ ഉയർത്തി. കോവിഡ് കാലം വന്നപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിൻ്റെയും അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില $19 വരെ താണു. 2019 2019-20 കാലഘട്ടത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില $19 വരെ താണിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ. പക്ഷേ ഇന്ത്യയിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒട്ടും താഴ്ത്തുന്നതിന് തയ്യാറായില്ല നരേന്ദ്രമോദി. അതുകൊണ്ട് അപ്പോൾ ആ ഒരു ലെസണിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ $60 നിന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില $105 ഉയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, സംസ്ഥാനങ്ങളിലെ തൽക്കാലം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ വേളയിൽ തീർച്ചയായും വില വർദ്ധിപ്പിക്കാനാണ് സാധ്യത. 5 മുതൽ 10 രൂപ വരെ പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ സത്യമായി തീരാനാണ് സാധ്യത. എത്രയും നേരത്തെ, അതായത് എല്ലാ പ്രാവശ്യവും അങ്ങനെ വർദ്ധിപ്പിക്കാറുള്ള നരേന്ദ്രമോദി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഈ പ്രാവശ്യം ഇത്തിരി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ആ പഴി അദ്ദേഹത്തിന് പല സംസ്ഥാനങ്ങളും കിട്ടിയല്ലോ. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹത്തിൻ്റെ ഭരണം വന്നു, ആസാമിൽ അദ്ദേഹത്തിൻ്റെ ഭരണം വന്നു, അത്ര കണ്ട് സന്തുഷ്ടനാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്തിരി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ എത്ര വെയിറ്റ് ചെയ്താലും ഒട്ടും താമസിയാതെ വിലയിൽ വർധനവ്, പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ് ഉണ്ടാകും. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വിലക്കയറ്റമായിരിക്കും. ഇപ്പോൾ അടച്ചു പൂട്ടാതെ കിടക്കുന്ന, അതായത് ഇന്ധനത്തിൻ്റെ പാചകവാതകത്തിൻ്റെ കമേഴ്ഷ്യൽ സിലിണ്ടറുകളുടെ വിലയിലുണ്ടായ വലിയ വർധനവ്, 993 രൂപയുടെ വർധനവ് മൂലം ഹോട്ടലുകളും ഒക്കെ അടച്ചു പൂട്ടുകയാണ്. ടൂറിസമൊക്കെ വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിലും വർധനവുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. മറ്റൊരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ കഴിവുകേടിന്റെ തെളിവാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപണം ഉന്നയിച്ചത്. ഭരണപരാജയത്തിന്റെ ഉത്തരവാദിത്വം ജനങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ നോക്കുകയാണ്. എന്ത് വാങ്ങണം, എവിടെ പോകരുത് എന്നൊക്കെ ഉപദേശിക്കുന്നത് വീഴ്ച മറയ്ക്കാനാണ് എന്നൊക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? ഒരു ദീർഘകാല കാഴ്ചപ്പാടിൽ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നോക്കിയാൽ ഒരു പരിധി വരെ അത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ പഹൽഗാം ഇൻസിഡൻസിന് ശേഷം അതിൻ്റെ ക്രെഡിറ്റ്, അത് നിർത്തലാക്കിയത് പാകിസ്ഥാനുമായിട്ട് US ഇടപെട്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അത് അംഗീകരിച്ചു കൊടുത്തില്ല ഇന്ത്യ. അത് അംഗീകരിച്ചു കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല ഒട്ടും. കാരണം യഥാർത്ഥത്തിൽ US അല്ല ഇടപെട്ട് നിർത്തിയതെങ്കിൽ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിൻ്റെ വസ്തുത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല.
അപ്പോൾ പാകിസ്ഥാൻ പറയുന്നു അമേരിക്ക പറഞ്ഞത് ഇടപെട്ടത് കൊണ്ടാണ് നിർത്തിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ ചുട്ട് ഭസ്മമാക്കുമായിരുന്നു എന്ന്. അതൊക്കെ പാകിസ്ഥാൻ്റെ അടവുകളാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഇപ്പോഴും ഇരുട്ടിലാണ്. അപ്പോൾ അന്നു മുതൽ ആ പഹൽഗാം, അതായത് ട്രംപ് ഭരണത്തിൽ വന്ന സമയം മുതൽ BJP ഗവൺമെൻറ്റിൻ്റെ, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ പാളിച്ചകളുണ്ട്. ആ പാളിച്ചകളുടെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന, അതായത് ഈ നമുക്ക് പിന്നെ ഇന്ധനത്തിൻ്റെയൊക്കെ, അതായത് ഈ താരിഫ് വളരെ കൂട്ടിയത് മുതൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതിന് മുൻപ് തന്നെ നമ്മളോട് വലിയ ഇതായിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങിക്കൂടാ എന്നൊക്കെയുള്ള തിട്ടൂരം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് വാങ്ങിക്കൂടുന്ന തിട്ടൂരം ട്രംപ് ഇറക്കിയത്? കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ ഇത് വാങ്ങുമ്പോൾ നമ്മൾ റഷ്യൻ കറൻസിയിലാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്, ഡോളർ കറൻസിയിലല്ല. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്നൊരു തിട്ടൂരം ട്രംപ് കൊണ്ടുവന്നത്. അതുപോലെ ഇറാനോട് എന്താണ് ട്രംപിൻ്റെ ഈ വലിയ വൈരാഗ്യത്തിൻ്റെ കാരണം? ഇറാൻ എന്താണ് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഇന്ധനം, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് അവരുടെ സ്വന്തം കറൻസിയിലാണ്, അമേരിക്കൻ ഡോളറിലല്ല. അതാണ് ആണവ സമ്പുഷ്ടീകരണം ഒരു പ്രധാനപ്പെട്ട കാരണമാണെങ്കിലും അതിനേക്കാളൊക്കെ ട്രംപിനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇറാനിയൻ കറൻസിയിലാണ് അവരുടെ കച്ചവടം നടത്തുന്നത് എന്നുള്ളതാണ്. അമേരിക്കൻ ഡോളറിലായിരുന്നെങ്കിൽ ട്രംപ് ഇത്രയും ചൂടാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ത്യ ഇറാനിൽ നിന്ന് വാങ്ങുന്നു, ഇന്ത്യയോടുള്ള ഒരു വിരോധത്തിൻ്റെ കാരണമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നു, അതൊക്കെ അവനവൻ്റെ കറൻസീസിലാണ്. അപ്പോൾ അത് ഈ ട്രംപിനെ ചൊടിപ്പിക്കാൻ, ഇന്ത്യക്കെതിരെ ട്രംപിനെ ചൊടിപ്പിക്കാനുണ്ടായ കാരണങ്ങളായിട്ട് തന്നെ നമ്മൾ കാണണം. അതിലൊക്കെ ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ഡിപ്ലോമസി ശരിയാക്കാമായിരുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് അത്ര പിടി പോരാ. പക്ഷേ ഡിപ്ലോമസിയിൽ കുറവുണ്ടായി എന്നത് തീർച്ചയായിട്ടും. കാരണം ഈ റഷ്യയിൽ നിന്ന് നമ്മൾ നേരത്തെ ഇന്ധനം വാങ്ങിയിട്ടുണ്ട്. ഇതിനു മുൻപ് പ്രസിഡന്റുമാരുണ്ടായിരുന്നല്ലോ അമേരിക്കയിൽ. അതുപോലെ ഇറാനിൽ നിന്നും നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോഴൊന്നും ഈ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. ട്രംപ് വന്നതിന് ശേഷമാണ് പ്രതിസന്ധി ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യയും ട്രംപും തമ്മിലുള്ള ആ ബന്ധത്തിൽ, അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാഭാവികമായ രീതിയിൽ ചില കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഡിപ്ലോമസിയിലെ പിഴവ് ഇവിടെ ഉയർന്നു നിൽക്കുന്നു എന്ന് തന്നെ നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു.